ഹായ് ഓൾ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാട്സപ്പ് ബിസിനസ് ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാമെന്നതാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ വാട്സപ്പ് ബിസിനസ് ആപ്പ് നമ്മുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യണം. പുതിയൊരു വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായി കാണിക്കുന്ന ടൂൾസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കാറ്റലോഗ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ന്യൂ ഐറ്റം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മൾ എന്ത് ഐറ്റം ആണോ വിൽക്കാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഫോട്ടോസ് നമുക്ക് ഈ ഓപ്ഷനിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് വേണ്ടത്. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഏറ്റവും മുകളിൽ കാണുന്ന സേവ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം കാറ്റലോഗിൽ കാണിക്കാൻ തുടങ്ങും. നമ്മൾ ആഡ് ചെയ്ത ഐറ്റം നമുക്ക് ഡിലീറ്റ് ചെയ്യുകയോ ഹൈഡ് ചെയ്യുകയോ അൺഹൈഡ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അതിനായി മുകളിൽ കാണുന്ന ഈ ബട്ടൺസ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ആഡ് ന്യൂ കളക്ഷൻ എന്ന ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഒരേപോലെയുള്ള ഐറ്റംസ് ഒരു ഗ്രൂപ്പായി സേവ് ചെയ്യാനും സാധിക്കും.
മുഴുവൻ പ്രോഡക്ട്സിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഷെയർ ലിങ്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അവർക്ക് അയക്കാൻ പറ്റും. ഇതിലെ വ്യൂ കാറ്റലോഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത എല്ലാ പ്രോഡക്ട്സും നമ്മുടെ കസ്റ്റമേഴ്സിന് കാണാൻ സാധിക്കും. ഇനി ഇത് കസ്റ്റമേഴ്സിൻ്റെ വാട്സപ്പ് പേജിൽ എങ്ങനെയാണ് കാണുന്നത് എന്ന് കൂടി കണ്ടാലോ. വ്യൂ കാറ്റലോഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത എല്ലാ ഐറ്റംസും കസ്റ്റമറിന് കാണാൻ സാധിക്കും. ഇഷ്ടപ്പെട്ട ഐറ്റം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോസും അതിൻ്റെ ഡീറ്റെയിൽസും അവർക്ക് കാണാൻ സാധിക്കും. അവിടെ തന്നെ ആഡ് ടു കാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ പ്രോഡക്റ്റിൻ്റെ എത്ര നമ്പേഴ്സാണോ വേണ്ടത് അതും സെലക്ട് ചെയ്യാൻ സാധിക്കും. സെയിം ഓപ്ഷൻ നമ്മുടെ കാറ്റലോഗിൻ്റെ ഹോം പേജിലുണ്ട്. അവിടെ തന്നെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ള ഐറ്റംസ് കസ്റ്റമേഴ്സിന് ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം വ്യൂ കാർട്ട് ക്ലിക്ക് ചെയ്ത് പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത ഐറ്റംസിൻ്റെ മെസ്സേജ് നമുക്ക് കിട്ടും. ഇനി നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം വ്യൂ റിസീവ്ഡ് കാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റമർ സെലക്ട് ചെയ്ത എല്ലാ ഐറ്റംസും നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്താലോചിക്കുന്നേ? ഓർഡർ കൺഫേം ചെയ്യുക, ഐറ്റംസ് പാക്ക് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. സിമ്പിളല്ലേ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും. താങ്ക് യു.